കേൾക്കുന്നത് വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്. നമുക്ക് പൊളിച്ചടിക്ക് എഴുതാനുള്ളതാണ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മക്കള് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. വർഗ് പെഹേലിക്ക് പൂർത്തി കരേ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ചോദിക്കാറ്. ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. വർഗ് പെഹേലി ആ പേരൊന്നും കേട്ട് പേടിക്കേണ്ട. ഒരു സിമ്പിൾ സാധനമാണ്. ഇത് ഈ ബോക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്ര മാത്രമേ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എന്തായാലും പഠിച്ചിരിക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാനുള്ളതാണ്. ഒന്നുമില്ല, കുറച്ച് ആൾക്കാരുടെ പിക്ചർ തന്നിട്ടുണ്ടാവും. ആ പിക്ചർ മക്കൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഇത് ഇങ്ങനെ 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 എഴുതി കൊടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ആദ്യം നോക്കേണ്ട കാര്യം, താഴേക്ക് കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്, പിന്നെ റൈറ്റ് സൈഡിലോട്ടും കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. ഈ സൈഡ് ആദ്യം ഒന്ന് നോക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പിക്ചറിലോട്ട് പോവാം. 4 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ 4 എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം എന്റെ മക്കളൊന്നും ആലോചിക്കുക. 4 എന്ന് പറയുന്ന ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. പിക്ചറിൽ തന്നിട്ടുള്ള എന്താണ്, ഒരു വയസ്സായിട്ടുള്ള ആളെയാണ് അല്ലെ. വയസ്സായിട്ടുള്ള ഒരാളാണ്. വയസ്സായിട്ടുള്ള ആൾക്ക് നമ്മൾ എന്താ ഹിന്ദി പറയാ, നീമ്പു എന്നാണോ പറയാ? നീമ്പു എന്നല്ല, അത് തെറ്റാണ്. ബൂഡ എന്നാണോ പറയാ? അതെ, ബൂഡ എന്നാണ് പറയുന്നത്. മക്കൾ എന്ത് ചെയ്യുന്നു, ദേ 4 താഴോട്ടാണ് എഴുതേണ്ടത്. ഭൂ എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് അക്ഷരം നമ്മൾ എഴുതി കൊടുക്കുന്നു. ഡ എന്നുള്ളത് താഴോട്ട് എഴുതി കൊടുക്കുന്നു. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, രണ്ടാമത്തതാണ് കാണിക്കുന്നത്. 2 നമുക്ക് മീനിനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ മീൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. മീൻ നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുള്ള എന്താണ്, മച്ചലിയാണ്. മച്ചലി എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത്, 2 എന്നുള്ള സാധനം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. 2 ഇവിടെ ഉണ്ട്, കണ്ടു. ഓക്കെ, ഇനി 2 താഴോട്ടാണ്. അപ്പൊ മച്ചലിക്ക് 3 അക്ഷരങ്ങളുണ്ട്. മാ, പിന്നെന്താണ്, ഷാ ഇട്ട് കൊടുത്തു, ലി ഇട്ട് കൊടുത്തു. ഓക്കെ, സെറ്റ്, സാധനം കിട്ടി. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ടുള്ള ആൾക്കാരെയാണ് നോക്കേണ്ടത്. നോക്കിക്കേ, ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുള്ളത് ആരെയാണ്, നോക്കിക്കേ, അമരൂദാണ്. അമരൂദ് എന്ന് വെച്ചാൽ എന്താണ്, പേരയ്ക്കാണ്. പേരയ്ക്ക് നമ്മൾ അമരൂദ് എന്നാണ് പറയുന്നത്. മക്കൾ പഠിച്ച കാര്യമാണ് അമരൂദ്. പഠിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്നും കൂടി പഠിക്കുക. അമരൂദ്. ചിലപ്പോൾ ഇത് അമരൂദ് തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് മാങ്ങയായിരിക്കും തരിക, ആമെന്ന് എഴുതേണ്ടി വരും. ചിലപ്പോൾ ആപ്പിൾ ആയിരിക്കും തരിക, അപ്പൊ സേബ് എന്ന് എഴുതേണ്ടി വരും. അപ്പൊ ഏത് പിക്ചറാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ ആൾ എവിടെയാന്ന് ആദ്യം നോക്കുക. അത് ഒന്നാമത്തതാണ്. താഴോട്ടല്ല, നമുക്ക് എങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലോട്ടാണ് എഴുതാനുള്ളത്. ഇത് ഈ ഒരു ഭാഗത്തോട്ടാണ് എഴുതാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, ആ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ മാ അവിടെ തന്നെ ഉണ്ട്. നോക്കിക്കേ, മാ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെന്താണ്, റൂദ് എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ, സെറ്റ്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, മൂന്നാമത്തെ ആളാണ്. മൂന്നാമത്തെ ആളാരാണ്, കണ്ടിട്ട് ഒരു ഓറഞ്ച് പോലെയൊക്കെ ഉണ്ട്. ചിലപ്പോ നാരങ്ങ ആയിരിക്കില്ലേ. നാരങ്ങയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്, നീമ്പു എന്നാണ് പറയുന്നത്. നോക്കിക്കേ, നീമ്പു ഇവിടെ ഉണ്ടോ, അതെ, നീമ്പു ഉണ്ട്. നീമ്പു ഇട്ട് കൊടുക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ആളാണ്. നമ്മൾ എഴുതേണ്ടത് എങ്ങോട്ടേക്കാണ്, റൈറ്റ് സൈഡിലോട്ടാണ്. ഇത് ഈ ഭാഗത്തോട്ടാണ് എഴുതേണ്ടത്. അപ്പം ബു അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നീ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലേ. നീമ്പു എന്നിടുന്നു അല്ലെ. നീമ്പു കുത്തിടാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ മക്കള്. ഓക്കെ, ഇനി ആകെ ഒരാള് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, അഞ്ചാമത്തതും റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. കണ്ടിട്ട് ഒരു റോസാപ്പൂ ഒക്കെ പോലെ ഉണ്ട്. പക്ഷെ എന്താണ് ഇത്, ഇത് പൂ മൊട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ മച്ചലി നമ്മൾ എഴുതിയിട്ടുണ്ട്, അമരൂദ് നമ്മൾ എഴുതി, നീമ്പു നമ്മൾ എഴുതി കഴിഞ്ഞു, ബൂട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്, കലിയാണ് അല്ലെ. കലി എന്ന് വെച്ചാൽ എന്താണ്, പൂമൊട്ടാണ്. പൂമൊട്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കലി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, ലി അവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ കാ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കലി. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും മക്കൾക്ക് എന്താണ് എക്സാമിന് വർഗ് പെഹേലിക്ക് പൂർത്തി കരേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇതേ പിക്ചർ തന്നെ ആയിരിക്കണം എന്നില്ല, പല പിക്ചറുകളായിട്ട് ചോദിക്കും. മക്കൾ തെറ്റിക്കാൻ പാടില്ല. എപ്പോഴും പ്രശ്നം പറ്റുന്നത് ഏത് സൈഡിലേക്കാന്നുള്ള ഒരു അറിയാത്തൊരു പ്രശ്നമാണ്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മക്കള് ആദ്യം എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് എന്റെ മക്കൾ പഠിച്ചോളാം. നാളത്തെ എക്സാമിനായിട്ട് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എഴുതാം കേട്ടോ. ബൈ ബൈ.